ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒമ്പതേമുക്കാലായി. ഇനി ഒന്ന് റെഡി ആവണം, ഡ്രസ്സ് പാക്ക് ചെയ്യണം. ഇന്നലെ അലക്കിയിട്ട ഡ്രസ്സുകൾ ഫുള്ളായിട്ട് ഉണങ്ങിയില്ല, പക്ഷെ ഒരു പോകുന്നതിന് മുന്നേ അത് എന്തായാലും ഉണങ്ങും. അപ്പോൾ അത് പാക്ക് ചെയ്യണം. ഇന്നിനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടുത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, അവിടെ നമ്മൾ പോവും. അതിനുശേഷം നേരെ നമ്മൾ പോണ്ടിച്ചേരി പോവും. പോണ്ടിച്ചേരി ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ച ശേഷം ഇന്ന് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യും. പോണ്ടിച്ചേരി ഞങ്ങൾ 2-3 പ്ലേസ് ഇന്നലെ ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു. പോണ്ടിച്ചേരി കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട 2-3 സ്ഥലങ്ങൾ, അതെല്ലാം ടൗണിൻ്റെ അടുത്താണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഇന്ന് നൈറ്റ് വരെ കറങ്ങാനായിരിക്കും, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും ചിലപ്പോൾ. ഡോർമെറ്ററി സെറ്റപ്പ് ഉണ്ട്, പക്ഷേ ഡോർമെറ്ററി സെറ്റപ്പ് കുറച്ച് റേറ്റ് ഉണ്ട്. എത്രയാണ് 200 സംതിങ് ആണ് 1 പേഴ്സൺ വരുന്നത്. അപ്പോൾ ആ റേറ്റിന് ഞങ്ങൾക്ക് എന്തായാലും പുറത്ത് റൂം കിട്ടും. അപ്പോൾ റൂം എടുക്കണോ ഡോർമെറ്ററി എടുക്കണോ എന്നുള്ള കാര്യം തീരുമാനിച്ചില്ല. അല്ല ഇന്ന് രാത്രി തന്നെ ട്രെയിൻ ഉണ്ടോയെന്നും അറിയില്ല. എന്തായാലും കുറച്ച് സ്പോട്ട് അത് കവർ ചെയ്യുന്ന പോലെ. ഇത് കെയർ ടേക്കർ നല്ല ഫ്രണ്ട്ലി ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, അപ്പം ആ ഒന്ന് മാത്രമേ ഇതിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ലഗേജ് എടുത്ത് പോകേണ്ടത്. ഞങ്ങൾ സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ അവർ താഴെ എവിടെയെങ്കിലും റിസപ്ഷനിലൊക്കെ വെക്കാൻ സമ്മതിക്കുന്നതാണ് പുള്ളി. കാരണം ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഈ റൂമിൽ തന്നെ വെച്ചോ, നിങ്ങൾ പോയിട്ട് വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. നല്ല ഫ്രണ്ട്ലിയാണ്. മീൻസ് നമ്മളെന്തെങ്കിലും ഇത് ആവശ്യം പറയുമ്പോൾ തന്നെ, ഇപ്പം ഇന്നലെ തന്നെ ഇവിടെ 2 ഫാൻ റൂമിലുണ്ടാവുക. അപ്പോൾ അതിലൊന്ന് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഒരു ഫാൻ കൊണ്ടുവന്നു. പിന്നെ നമുക്ക് ഇത് ഇന്ന സാധനം ഇല്ലയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് അത് എത്തിച്ചു തരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ കയറി വരുന്ന ഈ ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇന്നലെ അപ്പോൾ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് രാത്രി തുറക്കാൻ വേണ്ടി ആരും അങ്ങനെ വരാനൊന്നും പോകുന്നില്ല. താഴെ ഡോഗും ഇവരെ കാറ്റഗറൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ രാത്രി അങ്ങ് ഡോർ തുറക്കും. അതുകൊണ്ട് ഞങ്ങളൊരു പൂട്ടും താക്കോലും എടുത്തായിരുന്നു. അത് വെച്ചിട്ട് ഇന്നലെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ചെറിയൊരു മനസ്സമാനത്തിന് വലിയ കാര്യമൊന്നുമില്ല, ഒരു വിരി വലിച്ചാൽ പൊട്ടും, പക്ഷേ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഓറോവില്ല മാട്രി മന്ദിറാണ്. അവിടെ നമ്മൾ പോയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബ്രഞ്ച് കഴിക്കണം. അതിനുശേഷം അവിടെ പോകുന്നു, തിരിച്ചിവിടെ വരുന്ന് ലഗേജ് എടുക്കുന്ന നേരെ പോണ്ടിച്ചേരി ടൗണിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഹോട്ടൽ വന്നു. ഇന്നത്തെ ബ്രഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് മീൽസ് 80, ഫിഷ് ഇട്ടിട്ടില്ലെങ്കിൽ 70. അപ്പോൾ കുട്ടൻ്റെ ഫിഷും കിട്ടോട്ടെ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകണം. ഇന്നിപ്പം അതല്ലേ ബ്രഞ്ചാകുമ്പോൾ നല്ലോണം അത്യാവശ്യം കഴിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി എന്തെങ്കിലും കഴിക്കലുണ്ടാവും. ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച്. ഇന്നത്തെ ലഞ്ചല്ല, ബ്രഞ്ച്. അതായത് ഫുഡ് കഴിച്ചു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്ട്രാ റൈസൊക്കെ ചേച്ചി വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓറോവിൽ മാട്രി മന്ദിറിലേക്ക് 4.7 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടി, ഇവിടെ ബസ്സൊന്നുമില്ല ഈ റൂട്ടിൽ. അപ്പോൾ ഇവിടുന്ന് ഐ തിങ്ക് ഇവിടുന്ന് നമുക്കൊരു ലിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം, ഇല്ലേ നടക്കാം. ഗായ്സ് അപ്പോൾ ബ്രോ ഇവിടെ വരെ കൊണ്ടാക്കി. ഇവിടുന്ന് അത്ര കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. നല്ല ആ കയ്യിൽ ആ വലിയ ലഗേജ് ഒഴിവാകുമ്പോൾ തന്നെ എല്ലാവരും നമുക്ക് ലിഫ്റ്റ് തരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പലരും അത് കണ്ടിട്ടാണ് നമ്മളോട് ലിഫ്റ്റ് തരാത്തത്. കാരണം അത്രയും വലിയ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് പേടി കൊണ്ടായിരിക്കാം. എന്തായാലും ഇവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെയാണ്. റോജൻ നേരത്തെ എത്തി, അവൻ വിസിറ്റേഴ്സ് സെൻറ്ററിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആദർശം അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ആദർശം എത്തിയതാ പറഞ്ഞു. 100 ആയുസാണ് അലതാദിക്ക്, 100 ആയുസാ പറയുമ്പോഴത്തേക്കിൽ വന്നു. ഇനി വിസിറ്റേഴ്സ് സെൻറ്റർ തപ്പണം, അവിടെ റോജൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ദയവ് ചെയ്ത് ഗൂഗിൾ മാപ്പും നോക്കിയിട്ട് വരരുത് കേട്ടോ. അവർ വേറെ ഏതോ സ്ഥലമാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പണി, ഈ ഗൂഗിൾ മാപ്പിൽ വിസിറ്റേഴ്സ് സെന്റർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അവിടേക്കാണ് നമുക്ക് കറക്റ്റായിട്ട് പോകേണ്ടത്. എല്ലാ ടൂറിസ്റ്റുകളും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. പക്ഷേ അതിൽ മാപ്പിൽ എനിക്കത് കൺഫ്യൂഷനായി. വേറെ എല്ലാ ആൾക്കാരോടും ചോദിക്കുമ്പോൾ അവർ ഇവിടെ അടുത്താണ് ഈ റോഡ് കാണിക്കുന്നത്. മാപ്പിൽ നോക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കുന്നത്. വിസിറ്റേഴ്സ് സെന്ററിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം വിസിറ്റേഴ്സ് സെന്റർ നിങ്ങൾ ബൈക്ക് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് വരെ കാണിക്കും. വിസിറ്റേഴ്സ് സെന്ററിൻ്റെ അവിടം വരെ വണ്ടി പോകണവരെ കാണിക്കും. പക്ഷെ അവിടം വരെ വണ്ടി പോയില്ല എന്നാണ് ഞാനിവിടെ ഒരു ലോക്കലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്.
പുറത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വണ്ടി എടുത്ത് വരുവാണെങ്കിൽ പാർക്കൊക്കെ ചെയ്യാം. ശരിക്കും ഞങ്ങളൊരു തന്ത വൈബ് സെറ്റപ്പാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ ഫോട്ടോസെല്ലാം 3-4 വർഷം മുന്നേ പോണ്ടിച്ചേരി ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫോട്ടോസെല്ലാം കണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു തന്ത വൈബ് സെറ്റപ്പ് എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കാണാം, ആ ഒരു മെൻറ്റാലിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. കാരണം എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ലൈഫാണ് ഇവിടെ. ഇവിടെ ഒരു പ്രത്യേക പൂജയോ അല്ലെ പ്രത്യേക എന്താ പറയുക സ്പിരിച്വൽ മെത്തേഡോ അതൊന്നുമല്ല. ഇവിടെ ഒരു മതമില്ല ഗൈസ്. കറക്റ്റ്, ഇവിടെ ഒരു മതവും അതിൻ്റെ ഒരു ദൂഷ്യവും ഇല്ല. നമുക്ക് ജസ്റ്റ് നമ്മളെ ഇനി കട്ടിയാ വേണമെങ്കിൽ പറയുന്നില്ല, നീ പറ മോശമാണെങ്കിൽ കട്ടിയാൽ അല്ലെ പറയുന്നതിന്റെ ഇടക്ക് നീ പറയല്ല. അപ്പൊ നമുക്ക് നമ്മൾ പറയുന്നതും കൂടി കട്ടിയുണ്ട്. ഇനി പറ എന്താണ് നീ ഉദ്ദേശിച്ചത്? ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഗൈസ്, ലിറ്ററലി ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഹ്യൂമാനിറ്റി മാത്രമേ ഉള്ളൂ. കട്ടിയല്ലേ? കട്ടിയാ, അത് കട്ടിയാം. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഇവിടെ നല്ലൊരു പീസ്ഫുള്ളായിട്ട് നമുക്ക് ഈ പുറത്തെ പൊളിറ്റിക്സ് അതേപോലത്തെ നെഗറ്റീവ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ജീവിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇതേപോലെ അങ്ങ് നടക്കാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ്. ശരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഇതെന്താണെന്ന് പറഞ്ഞു അവർ ജോയിൻ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ആ വീഡിയോയിൽ തന്നെ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അല്ല മതോ അല്ലെങ്കിൽ റിലീജിയൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തലയ്ക്ക് പിടിക്കാത്ത അതിനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് തോന്നിപ്പോ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ. പക്ഷേ ജോയിൻ ചെയ്യുന്നത് സിമ്പിൾ പ്രോസസ് അല്ല. ഇവിടെ 6 months നമ്മൾ വളണ്ടിയർ ആയിട്ട് നിൽക്കണം. അതിനുശേഷം പിന്നെയും കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എന്താ പറയുക റിലാക്സ് മറ്റേ ഓറോവില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുക മെഡിറ്റേഷൻ സെൻറ്റർ മാട്രി മന്ദിറിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പോകാൻ പറ്റില്ല. വീക്ക്ലി വൺസ് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനും ഇവിടെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പറഞ്ഞത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. അവിടെ നമ്മൾ ജസ്റ്റ് അങ്ങ് എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക. ഇവിടെ ഒരു പെർട്ടിക്കുലർ ദൈവത്തിനോ അല്ലെങ്കിൽ ഒരു രൂപമോ ഒന്നും അതിൻ്റെ ഉള്ളിലില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഗ്ലോബ് മാത്രം, പ്യുവർ ഗ്ലാസിൻ്റെ ഒരു ഗ്ലോബ്. അതിനകത്ത് സൂര്യൻ്റെ വെട്ടം വന്ന് സൺലൈറ്റ് പതിക്കും, അത് സ്പ്രെഡാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്. അടിപൊളിയാണ്. ഇപ്പോൾ വീഡിയോ നമ്മൾ കണ്ടു. അവിടെ എനിക്ക് നമ്മൾ യങ്സ്റ്റേഴ്സിൽ പലരോട് പറയാനല്ലേ, നിങ്ങൾ ഇതൊരു തന്ത വൈബ് സ്ഥലമാണെന്ന് വിചാരിച്ച് വരാതിരിക്കരുത് ഇവിടെ. ഗൈസ്, ആ കാണുന്ന ബനിയൻ ട്രീ ആണ് ഇതിൻ്റെ ഈ മൊത്തം ഓറോവിലിൻ്റെയും സെൻട്രൽ പോയിൻ്റ്, ജോഗ്രഫിക്കലി സെൻട്രൽ പോയിൻ്റ്. ഇവിടെ നിന്ന് നേരത്തെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെന്നൈയും ഹൊഗനക്കലും അവിടെയെല്ലാം പോയി പോണ്ടിച്ചേരിയുമ്പോൾ മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഇത് വലിയതൊന്നുമല്ല, ചെറിയൊരു ഡിഫറൻസ്. ഇവിടെ കുടിവെള്ളത്തിനൊരു പഞ്ഞമില്ല എന്നുള്ളതാണ്.
ഞങ്ങൾ തൃച്ചിയിൽ നിന്ന് ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുടിവെള്ളം വാങ്ങിയ പാട് കുടിവെള്ളം എടുത്തത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പൈപ്പ്. എൻ്റെ അമ്മ അതിൽ കാണാം ഓരോ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് നല്ല വെള്ളമില്ല. നമ്മൾ കടയിൽ പോയാലും ഇതന്നെ, അങ്ങനെ വെള്ളം കിട്ടുന്ന അങ്ങനത്തെ സ്പോട്ടില്ല. ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങാനേ ഇല്ല, പക്ഷേ വെറുതെ എന്തിനാ വെള്ളം വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നത് വിചാരിച്ചു. പക്ഷേ പോണ്ടിച്ചേരി അങ്ങനെയല്ല. ആ ഒരു കാര്യത്തിൽ നമ്മൾ രാമേശ്വരം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഇത് കിട്ടുന്നത് ഇവിടുന്നാണ്. കുടിവെള്ളത്തിന് ഒരു ക്ഷാമമില്ലാതെ, കുടിവെള്ളമില്ലാതെ ഏകദേശം 7 മണിക്കൂറോളം നിന്നിട്ടുണ്ട്. എവിടെയില്ല, ബസ്സിൽ പോകുന്ന സമയത്താണ് കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. തമിഴ്നാട് ഞങ്ങൾ കയറിയതിന് ശേഷം ഈ തമിഴ്നാട്ടിലെ എല്ലാവരും ഒച്ച കൂട്ടി ഒരു അലർച്ചയും ഒരു അങ്ങനെയാണ് ഇവരുടെ സ്ലാങ്. അതില്ലാത്തൊരു സ്ഥലം തമിഴ്നാട് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത്. ഭയങ്കര സൈലൻറ്റ്, ഭയങ്കര സമാധാനം. ഇവിടെ ഇപ്പം ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അതിൽ പറഞ്ഞത് ഇനി ഇതിന് ചുറ്റും ഒരു ലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് ചുറ്റും. ശരിക്ക് കുറച്ച് സ്പോട്ടിലുള്ള സ്ഥലം ഞങ്ങൾ ലാസ്റ്റ് ഹൊഗനക്കലായിരുന്നു. ഹൊഗനക്കലിന് ശേഷം പോണ്ടിച്ചേരി ജസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വിസിറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹൊഗനക്കലിനേക്കാളും മീൻസ് കുറേ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ചും കൂടി റിലാക്സ് ആവാനും പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നതിൽ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഗൈസ്, അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. അതെ, ആഴ്ചയിൽ ഒരു ദിവസം ഔട്ട്സൈഡേഴ്സിനെ കയറ്റുന്നുണ്ട്. അതെന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അറിയില്ല എക്സ്പെൻസീവ് ആണോ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ബട്ട് അതല്ലാതെ കയറണമെങ്കിൽ അതിന് കുറേ കാലങ്ങളെടുക്കും. ഞങ്ങളവിടെ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച സമയത്ത് പുള്ളിക്കാരത്തി ഒരു ഫോറിനറാണ്, പുള്ളിക്കാരത്തി പറഞ്ഞത് ഇപ്പം വാളണ്ടിയർ പീരീഡിലാണ് പുള്ളിക്കാരിയില്ലേ. ഇവിടെ തന്നെയാണ് താമസം, പക്ഷേ വാളണ്ടിയർ പീരീഡിലാണ്. ഇനി അതും കഴിഞ്ഞ് ലോങ് പ്രോസസ്സ് കഴിഞ്ഞാലേ പുള്ളിക്കാരത്തിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പുള്ളിക്കാരത്തിക്ക് ഇവിടെ ലിവ് ചെയ്യാൻ പെർമനൻ്റ് ആയിട്ട് ലിവ് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിക്കാരത്തി പറയുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷൻസ് കാണണം. ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം പീസ്ഫുള്ളാണ്, കാമാണെന്നെല്ലാം പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയുമ്പോൾ അത് ഫേക്കായിട്ട് പറഞ്ഞു. പുള്ളിക്കാരത്തിൻ്റെ എക്സ്പ്രഷൻ്റെ അകത്ത് മനസ്സിലാവും. നമുക്ക് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഇത്രയും നീറ്റും ക്ലീനുമായിട്ട് നിൽക്കാനുള്ള മെയിൻ കാരണം ഇവിടത്തേക്കും ഈ വിസിറ്റേഴ്സിനുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം കൊണ്ട് തന്നെയാണ്. ഇതൊരു ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇവിടെ ചുമരിൽ കിടക്കും ആരതി ലവ് അക്ഷയ്. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മുടെ പേര് ആരും ആരതി അല്ല അക്ഷയല്ലോ. എക്സാമ്പിളാണ്. ഞങ്ങൾക്ക് ആരതി എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് അക്ഷയ് എന്ന് പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ എഴുതും. ആക്ച്വലി അത് കുറെ കണ്ടിട്ടുണ്ട്. ഈവൻ തഞ്ചാവൂർ ടെമ്പിളിൽ വരെ പോയപ്പോൾ തഞ്ചാവൂർ ടെമ്പിളിൽ ശിവന്റെ വിഗ്രഹത്തിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ എന്റെ പ്രതിഷ്ഠയിലല്ല, അതിന്റെ പുറകിലെ ചുമരില് ലൈക്ക് അവിടെ പോയവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പം ജിഗിൽസ് എല്ലാം പൂട്ടി വെച്ചിരിക്കുന്നത്. വേറൊരു കാര്യം ഇരുന്നുണ്ട്, എന്താ പറയുക, ഇപ്പം എൻ്റെ നാടിപ്പോൾ പറശ്ശിനിക്കട, ഫോർ എക്സാമ്പിൾ പറയാം, പറശ്ശിനി ബോയ്സ് അല്ലെ പറശ്ശിനി വാറിയേഴ്സ് ഇങ്ങനെയൊക്കെ എഴുതി അലമ്പാക്കി വെക്കും. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മുടെ മറ്റേ ഇവിടെ പോയപ്പോൾ ധനുഷ്കോടി പോയപ്പോൾ അവിടെ മറ്റേ പഴയ ചർച്ച്, അപ്പോൾ അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര ബോറ് പരിപാടിയാണ്. ഇങ്ങനത്തെ ടീംസിനൊക്കെ വേണം. ഇല്ല, ഇത് നമ്മള് മഞ്ഞുമൽ ബോയ്സ് സിനിമയിലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ചീപ്പ് പരിപാടിയാണ് പോകുന്നിടത്തൊക്കെ പേരെഴുതി വെക്കുക എന്നുള്ളത്. ഇപ്പം അവിടെ തന്നെ അങ്ങോട്ടേക്ക് ആൾക്കാർ പ്രവേശനമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടി ഇവരോട് വിസിറ്റർ സെൻ്ററിൽ നമ്മൾ അന്വേഷിച്ച് അവർ പെർമിഷൻ വീക്കിലി വൺസിലായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അതല്ലാതെ ഇപ്പം ഡെയിലി അങ്ങോട്ടേക്ക് ആക്കാൻ പറ്റുക അവർ പീസ്ഫുള്ളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അത് അലമ്പാക്കി വെച്ചിരിക്കും.
അത് അങ്ങോട്ട് വിടാത്തത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി അങ്ങോട്ട് വിടാത്തത് വളരെ നല്ലതാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡിനെക്കാട്ടിലും വലുത് അവർക്ക് അവരുടെ ആ ഒരു എത്തിക്സ് ആണ്. ഇവിടുത്തെ നമുക്ക് അവിടെ ഒരു വേസ്റ്റ് എന്ന് പറയാനുള്ള ഒരു സാധനമോ അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല. ശരിക്കും സ്പിരിച്വൽ മാത്രമല്ല, എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ ഏതൊരു സ്ഥലത്ത് ഞാൻ കണ്ടായിരുന്നു, അവിടെ ഒരു കുപ്പി വെള്ളത്തിന് 40 രൂപ 60 രൂപയാണ്. നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കുപ്പി നമ്മൾ തിരിച്ചവിടെ കൊടുക്കുമ്പോൾ ക്യാഷ് ബാക്ക് വെള്ളത്തിൻ്റെ എക്സാക്റ്റ് വില എന്ന് പറഞ്ഞാൽ 20 റുപ്പീസാണ്. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് അവിടെ തിരിച്ചു കിട്ടും. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊണ്ടുവരണം. അല്ലാണ്ട് അതല്ലാണ്ട് വരുമ്പോഴാണ് ഈ വേസ്റ്റ് ത്രോ അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടെല്ലാം അവതാളാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ബ്രദറിനെ കണ്ടിയാണ്. പുള്ളിക്കാരൻ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. നമ്മൾ You're from actually? Hello, I'm from France. I'm come from Paris. Paris. Yes. It's the first time in India. First time in India, first time here, and I wanted to see it. How is your experience? It's enormous. It's enormous. We say enorme in French. It means huge. Huge. It's huge, yeah. India is a special land. A special land because and here is a real special land, but India is a special land because you are so nice and so quiet, so peaceful. So they are nice. Where else did you go? Sorry, Where else did you go? I go tomorrow to Pondicherry, Okay, and then after I will go to Kerala. 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 We are We from are from actually Kerala. Yeah. Okay. So you are from Kerala? Yeah, we are all from Kerala. Oh, good. I go there. I'm gonna spend 1 week there. Where, please? I don't know the place because that's a friend of mine who organized everything. ഞങ്ങളിപ്പം ഒരു സായിപ്പങ്കളിനെ കണ്ടു. ഡോൺ സൈപ്പങ്കിൾ. ഡോൺ സായിപ്പങ്കിൾ ടെറർ ലുക്ക്. കാരണം പുള്ളിക്കാരനെ കാണുമ്പോൾ ബ്രേക്കിംഗ് ബാഡിലെ നമ്മളെ പുള്ളിക്കാരനെ പോലെയുണ്ട്, വാൾട്ടർ വൈറ്റിനെ പോലെയുണ്ട്. പക്ഷെ എല്ലാം നല്ല ഫ്രണ്ട്ലി, ഇങ്ങനെ ചിരിച്ച് ഡൗൺ ടു എർത്ത് ആയിട്ട് സംസാരിക്കും. നല്ല. ഇപ്പോൾ പുള്ളിക്കാരൻ ഇനി കേരളത്തിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ എല്ലാവരും കേരളം പറഞ്ഞ ഫോട്ടോ വെച്ച് കോവളം അതൊക്കെയാണ്. ഞങ്ങൾ മലബാറിനെ പ്രൊമോട്ട് ചെയ്തു. മലബാറിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫോർട്ട് കൊച്ചിയും പറഞ്ഞിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പറഞ്ഞിട്ടുണ്ട്, പറയാതെ ഒന്നുമില്ല. ഫോർട്ട് കൊച്ചി കൊച്ചിയും തിരുവനന്തപുരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങളെ സ്വന്തം പ്രൊമോട്ട് ചെയ്തു. തെയ്യം സീസൺ ആണെന്നൊക്കെ പറഞ്ഞ് തെയ്യമൊക്കെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ നമ്മുടെ നാട്ടിലേക്ക് കൂടി വരട്ടെ, നമ്മുടെ നാട്ടിലും കാണാനൊക്കെ ഇല്ലേ. വിസിറ്റർ പോയിന്റ് വരെ ഇവിടെ ഈ റെഡ് ബസ് ഉണ്ട്, ഫ്രീ ബസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് പോയിന്റ് വരെ ഇവർ ഫ്രീ ആയിട്ട് കൊണ്ടാക്കി തരും. ഗായ്സ്, നമുക്ക് ഈ ചേട്ടന്മാരെല്ലാം ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നു. പുറത്തേക്ക് ട്രാക്ടറിന്റെ പുറത്ത് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. ഫോൺ സേഫ് അല്ല, വേഗം. താങ്ക്സ് അണ്ണാ. താങ്ക് യു. എൻ്റെ മോനെ എന്തെല്ലാം ആൾക്കാർ. ചേട്ടാ ഞങ്ങളും കൂടി കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ കയറിക്കോളൂ, എങ്ങോട്ടാന്ന് പോലും ചോദിച്ചില്ല. ഗായ്സ്, ഞങ്ങൾക്ക് വീണ്ടും ഒരു ലിഫ്റ്റ് കിട്ടി. ഒരു ചേട്ടൻ ഞങ്ങളുടെ ലോറിയിൽ. ഞങ്ങൾ ഇവിടുന്ന് എവിടെ വരാമെന്ന് എത്താൻ പറ്റുമല്ല. ഞങ്ങൾക്ക് ഇനി റൂമിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ചേട്ടൻ എവിടെയാണോ അവിടെ ഇറങ്ങിയിട്ട് അടുത്തതിൽ അങ്ങനെ പോകണം. റോജോ താങ്ക്സ് ഡാ. എടാ പശു വരണ്ട ഓടുന്ന